ദിലീപ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ നിലമ്പൂരിൽ വോട്ടെടുപ്പ് ആരംഭിച്ചു. എം സ്വരാജ് വോട്ട് രേഖപ്പെടുത്തി പുറത്തേക്ക് വരുന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറയുന്നു എല്ലാവിധമായ ഒരുക്കങ്ങളും സുഗമമായി തെരഞ്ഞെടുപ്പ് നടത്താൻ റെഡിയാണ്. മറ്റു വിവരങ്ങൾ. നിലമ്പൂർ ജനത ആവേശത്തോടുകൂടി വിധിയെഴുത്ത് തുടങ്ങിയിരിക്കുകയാണ്. ഉപതെരഞ്ഞെടുപ്പ് 8 മാസം കൂടിയുള്ള ജനപ്രതിനിധിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ്. അടുത്ത വർഷം സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. പക്ഷേ വോട്ടർമാർ വലിയ ആവേശത്തോടുകൂടി ഇനി തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നുണ്ട്, അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നുണ്ട്. അങ്ങനെ തെരഞ്ഞെടുപ്പുകൾ ഇനി നിരനിരയായി വരാൻ പോവുകയാണ് നിലമ്പൂർ ജനതയ്ക്ക് മുന്നിൽ. ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ പ്രചാരണമാണ്, വലിയ കോലാഹലങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തുണ്ടായിരുന്നത്. സംസ്ഥാനത്തെ പ്രധാന നേതാക്കളെല്ലാം, പ്രധാനപ്പെട്ട പ്രവർത്തകരൊക്കെ നിലമ്പൂരിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് ഉണ്ടായിരുന്നത്. മെയ് 25-ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം രാഷ്ട്രീയ കേരളം മുഴുവൻ അതിൻ്റെ കണ്ണും കാതുകളും നേതാക്കളുമൊക്കെ നേരെ നിലമ്പൂരിലേക്ക് ഒഴുകിയെത്തുന്നതായിരുന്നു കണ്ടിരുന്നത്. അതിൻ്റെ അത്തരം നേതാക്കളും പ്രവർത്തകരും ഒക്കെ ഒഴുകിയെത്തി വീട് വീടാന്തരം സ്ക്വാഡുകൾ ഇറങ്ങി അങ്ങനെ പരമാവധി വോട്ടുകൾ ചെയ്യിക്കുന്നതിനുള്ള ശ്രമമാണ് രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിൻ്റെ ഒരു പ്രതിഫലനം രാവിലെ തുടങ്ങിയ ഈ വോട്ടെടുപ്പിലുണ്ടോ എന്ന് നമുക്ക് തോന്നുകയാണ്. കാരണം മികച്ച രീതിയിലാണ് വോട്ടർമാരുടെ പ്രതികരണം. ബൂത്തുകളിലൊക്കെ നല്ല രീതിയിൽ തന്നെ ക്യൂ ഉണ്ട്. എം സ്വരാജ് ഇപ്പോൾ വോട്ട് ചെയ്യാൻ അല്പസമയം മുമ്പാണ് പോളിംഗ് ബൂത്തിലേക്ക് കയറിയത്. ക്യൂ നിന്നാണ്, പിതാവിനൊപ്പം എത്തിയാണ് അദ്ദേഹം വോട്ട് ചെയ്യുന്നതിനായി എത്തിയത്. അങ്ങനെ ഈ വലിയ തോതിലുള്ള ഈ പ്രചാരണത്തിൻ്റെ, കാടിളക്കിയുള്ള പ്രചാരണത്തിൻ്റെ ഫലം വോട്ടർമാരിൽ ഏത് നിലയിലായിരിക്കും സ്വാധീനിച്ചിട്ടുള്ളത് എന്നറിയാൻ 23 വരെ കാത്തിരിക്കേണ്ടി വരും. പക്ഷേ ഇന്നിപ്പോൾ രാവിലെ മഴ മാറിയ അന്തരീക്ഷമാണ്. നിലമ്പൂരിൽ കാർമേഘങ്ങളൊക്കെ അടങ്ങി വോട്ടർമാരുടെ മനസ്സിൽ അവർ നിശ്ചയിച്ചുറപ്പിച്ചപ്പോൾ